അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വിഷയത്തിൽ പറയുന്നത്, നമുക്കറിയാം ധാരാളം ആളുകൾ വളരെ വളരെ സങ്കടത്തോടെ പറയുന്ന ഒരു വിഷയമാണ് കടം. ധാരാളം കടങ്ങളുണ്ട് ഉസ്താദ്, എന്തുണ്ട് പരിഹാരം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചില ആളുകളൊക്കെ ഇത് കേട്ട് പരിഹസിക്കുന്നവരുണ്ടാകും. ഉസ്താദിനോട് കടമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ലഭിക്കാനുള്ളത്? ഉസ്താദ് പണം തരുമോ? നിങ്ങളെ പണം ഇല്ലാണ്ട് എങ്ങനെയാണ് കടം വീടുക എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ നമുക്ക് അത് വീട്ടാനുള്ള എളുപ്പ വഴികൾ അള്ളാഹു സർവശക്തനായ പടച്ച റബ്ബ് തുറന്നു തരും. അവനാണല്ലോ ചില ആളുകളെ പണക്കാരനാക്കുന്നതും ചില ആളുകളെ വളരെ പാവപ്പെട്ട ആളാക്കുന്നതും ചില ആളുകൾക്ക് ധാരാളം കടം നൽകുന്നതും ചില ആളുകൾക്ക് തീരെ കടമില്ലാത്ത നല്ല സന്തോഷകരമായ ജീവിതം നൽകുന്നതും എല്ലാം സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ്. ആ സർവശക്തനായ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി അവൻ എളുപ്പമാക്കി തരും. അത് എത്രയായാലും അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ്. അവനിക്ക് നൽകിയാൽ അവൻ്റെ അടുത്തുള്ള തീർന്നു പോകൂല. അത് എത്ര വലിയ കടമുള്ളവനാണെങ്കിലും റബ്ബ് തീരുമാനിച്ചാൽ എളുപ്പത്തിൽ അവനിക്ക് വീട്ടാൻ കഴിയും. അപ്പോൾ ചില മഹാന്മാർ നമ്മോട് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് നിങ്ങളോട് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് ഈ രൂപത്തിൽ നിങ്ങൾ പാരായണം ചെയ്താൽ, ഒറ്റ തവണ ഓതിയാൽ മതി, ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ ഓതിയാൽ മതി. ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എല്ലാ കടങ്ങളെയും അള്ളാഹു വീട്ടാനുള്ള വഴികൾ നിങ്ങൾക്ക് ഇങ്ങനെ തുറന്നു തരും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾ, അതിൽ നഷ്ടം നൽകുന്നതും ലാഭം നൽകുന്നതും വിജയം നൽകുന്നതും പരാജയം നൽകുന്നതും സർവശക്തനായ അള്ളാഹുവാണ്. നിങ്ങൾ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, നിങ്ങൾക്ക് ശമ്പളത്തിൽ വർധനവ് നൽകുന്നത്, ആ വർധനവ് നൽകാൻ അതിൻ്റെ വിധി പടച്ച റബ്ബ് തീരുമാനിക്കണം. നിങ്ങൾ കൃഷിയാണ് ഇറക്കുന്നതെങ്കിൽ ആ കൃഷിയിൽ വലിയ വിജയം ഉണ്ടാകാൻ, ധാരാളം കായ്ക്കനികൾ ഉണ്ടാകാൻ, വിളവെടുപ്പ് നല്ലോണം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനം വേണം. അപ്പം അതൊക്കെ തീരുമാനിച്ച് നിങ്ങൾക്ക് നല്ല രൂപത്തിൽ കടം വീട്ടാൻ കഴിയുന്ന അള്ളാഹു അതിനൊക്കെ വഴിയൊരുക്കി തരാൻ കാരണമാകുന്ന സൂറത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചെറിയ സൂറത്താണ്. അതുപോലെ സാമ്പത്തികമായ വിജയം ലഭിക്കാൻ, ഉയർച്ച ലഭിക്കാൻ, ബറക്കത്തുണ്ടാകാൻ, പുരോഗതി ഉണ്ടാകാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. സ്ഥിരമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പരിഹാരം ഉണ്ടാകും. 100% ഉറപ്പായിട്ട് നിങ്ങൾക്കുണ്ടാകും. കാരണം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സൂറത്താണ്. അത് മാത്രമല്ല, അത് ഓതിയാൽ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയും അങ്ങനെ ചെയ്ത ആളുകൾക്ക് അറിയാത്ത വഴികളിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ലഭിച്ചതൊക്കെ അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ കയ്യിൽ ധാരാളം പണം വരും. അതുപോലെ നമ്മുടെ കയ്യിൽ നമ്മുടെ വീടുകളിൽ ധാരാളം സൂക്ഷിക്കാനുള്ള പണമുണ്ടാകും. ഏതുവരെ നമ്മുടെ അയൽവാസികളെ, കുടുംബക്കാരൊക്കെ നമ്മൾക്ക് വളരെയേറെ സഹായിക്കാൻ പറ്റുന്ന അത്രയും പണം അള്ളാഹു നമ്മുടെ കൈകളിലേക്ക് നൽകും. ഓതേണ്ട സൂറത്ത് ചെറിയ സൂറത്താണ്, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സൂറത്ത്. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ അള്ളാഹുവിനെ, അവനെ കുറിച്ച് വർണ്ണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത്. അത് ഒരു തവണ ഓതിയാൽ പരിശുദ്ധ ഖുർആനിലെ 10 ജുസ് ഓതിയ പ്രതിഫലം അള്ളാഹു നൽകുന്ന സൂറത്ത്. ഒരു 3 തവണ ഓതിയാൽ ഒരു ഖത്മുൽ ഖുർആൻ ഓതി തീർത്ത 10, 20 ജുസ്, 30 ജുസ്, അങ്ങനെ ഖുർആൻ മുഴുവനും ഓതി തീർത്ത പ്രതിഫലം നൽകുന്ന സൂറത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗഹീദ് എന്നും സൂറത്തു ഖുൽ ഹുവല്ലാഹു അഹദ് എന്നും ഒക്കെ പേര് പറയപ്പെടുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ്
അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്ന 5 ആയത്തുള്ള ചെറിയ സൂറത്ത്, അള്ളാഹുവിനെ വർണ്ണിക്കുന്ന സൂറത്ത്. ഇത് പാരായണം ചെയ്യുക. എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? ഈ പറയുന്ന രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങി, നമ്മൾ എവിടെയൊക്കെയോ പോയി, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു, എന്നിട്ട് വീട്ടിലെ സ്റ്റെപ്പ് കയറി ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അവിടെ നിന്ന് ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ്, ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക. അത് നമ്മൾ ദീർഘമായ യാത്രയാവട്ടെ, അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ സ്വന്തം വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്, എന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയതാകട്ടെ, എന്നാലും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചാൽ അവിടെ നിന്ന് ഒരു പ്രാവശ്യം ഈ 5 ആയത്തുള്ള ചെറിയ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ, അങ്ങനെ എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ സൂറത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ അത് നമ്മുടെ പതിവായി ജീവിതത്തിൻ്റെ ശൈലിയായി ഭാഗമായി മാറുകയും എപ്പോഴും നമ്മൾ ഇത് ഇങ്ങനെ പാരായണം ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിലുള്ള നമുക്കുള്ള എല്ലാ കടങ്ങളും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിത്തരും. അത് വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കി തരും. നമ്മുടെ കയ്യിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു നൽകും. നമ്മൾ തൊട്ടതൊക്കെ വലിയ ബറക്കത്തുള്ളതായി മാറും. മാത്രമല്ല, നമ്മളെ കയ്യിൽ പണം, അത് നമ്മുടെ അയൽവാസികളെയും നമ്മുടെ കുടുംബക്കാരെയും എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ പറ്റുന്ന അത്രയും സാമ്പത്തിക അഭിവൃദ്ധി നമ്മുടെ കൈകളിലേക്ക് അല്ലാഹു നൽകും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഉള്ളിലേക്ക് കയറി, അത് എത്ര തവണ കയറിയാലും എത്ര തവണ ഇറങ്ങിയാലും, നമ്മുടെ മുറ്റത്തേക്കാകട്ടെ എവിടെ ഇറങ്ങിപ്പോയി വന്നതാകട്ടെ, വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഉടനെ ഈ സൂറത്ത് ഒരു തവണ നമ്മൾ ഓതുക, മറക്കരുത്. അത് മറക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു വഴി, നമ്മുടെ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന ആ ഫ്രണ്ട് ഭാഗത്ത്, നമ്മൾ ഏത് ഭാഗത്തിലൂടെയാണോ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ആ ഫ്രണ്ട് ഭാഗത്തിൽ തന്നെ ഈ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ നല്ല രൂപത്തിൽ എഴുതിയ ഒരു ചാർട്ട് ഫ്രണ്ടിൽ നമ്മുടെ കണ്ണിൽ വേഗം പതിയുന്ന രൂപത്തിൽ അവിടെ ഒന്ന് തൂക്കി വെച്ചാൽ അത് വീട്ടിലേക്കും നല്ലതാണ്. എപ്പോഴും നമുക്ക് മറക്കാതെ പാരായണം ചെയ്യാൻ ഇത് കാണുന്ന സമയത്ത് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് എത്രയും പെട്ടെന്ന് വേഗത്തിൽ കാണുന്ന രൂപത്തിൽ തന്നെ നമ്മൾ തൂക്കിയിട്ടാൽ ഒരിക്കലും മറന്നുപോകാതെ നമുക്കത് പാരായണം ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങളൊക്കെ ഇത് ഏറ്റെടുത്ത് പതിവാക്കി നോക്കൂ, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാം. സർവശക്തനായ അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ സബ്സ്ക്രൈബർമാർ, നമ്മുടെ ചാനൽ കാണുന്നവർ, സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാവർക്കും അഭിവൃദ്ധി നൽകുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് എല്ലാവരുടെ കടങ്ങളും വീട്ടിക്കൊടുക്കട്ടെ.